അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ദുറൂസിലെ പ്രധാനപ്പെട്ട കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. ആദ്യ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. അതിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മോഡൽ പേപ്പറുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക. ഒന്ന്, ഇഹ്സാനിൻ്റെ മറ്റൊരു അർത്ഥം. ഇഹ്സാനിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്. എന്താണ്? നന്മ ചെയ്യുക എന്നൊരർത്ഥം കൂടെ ഇഹ്സാനിനുണ്ട്. അതാണ് ബ്രാക്കറ്റിലുണ്ട്. 2, അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ്. അതിന് പറയുന്ന പേര് തൗഹീദ്. അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കുന്നതിന് പറയുന്ന പേര് തൗഹീദ്. ഇനി 3, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. 4, കൂട്ടുകാരെ പോലെ തന്നെയാണ്. കൂട്ടുകാരെ പോലെ തന്നെയാണ് പുസ്തകങ്ങളും. പുസ്തകം എന്നിവിടെ കാണാം. ഇനി 5, യഥാർത്ഥ ശുദ്ധി ഉണ്ടാവേണ്ടത് എവിടെയാണ്? മനസ്സിലാണ്. യഥാർത്ഥ ശുദ്ധി മനസ്സിൻ്റെ ശുദ്ധിയാണ്. പാഠഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്. 6, മനസ്സമാധാനം ലഭിക്കും. മനസ്സമാധാനം ലഭിക്കുന്നത് എപ്പോഴാണ്? ദിക്ർ കൊണ്ട്, അല്ലേ? ദിക്ർ കൊണ്ട് എന്ത് ചെയ്യും? മനസ്സമാധാനം ലഭിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. 2ാമത്തെ പ്രവർത്തനം 2 എണ്ണം വീതം എഴുതാം. 1, മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ. മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? 1 സുബഹം, 2 ഇശാ നിസ്കാരവുമാണ്. ചോദ്യം 2, മനസ്സിനെ എന്തിൽ നിന്നെല്ലാം ശുദ്ധിയാക്കണം? മനസ്സിനെ എന്തിൽ നിന്നെല്ലാം ശുദ്ധിയാക്കണം? ഉത്തരം, മ്ലേച്ഛമായ ചിന്തകൾ, സ്വഭാവങ്ങൾ, വിശ്വാസ വൈകല്യങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ ശുദ്ധിയാക്കണം. ചോദ്യം 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രീതി നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ, ഇഷ്ടം സമ്പാദിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുക. 2ാമത്തെ കാര്യം, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഇവയിലൂടെ എന്ത് ചെയ്യാം? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാം. അതുപോലെ സുന്നത്തുകൾ പകർത്തുക. ഇതും ചെയ്യാം. ഇനി ഉത്തരം എഴുതാം. 1, ആളുകൾ വഞ്ചിതരാവുന്ന 2 കാര്യങ്ങൾ. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? 1, ഒഴിവ് സമയമാണ്. 2, ആരോഗ്യവും ഒഴിവു സമയവും. 2, ചിന്താശേഷി കുറയും. ആരുടെ? ഉത്തരം, സിനിമ, സീരിയൽ, കോമഡി ഷോ, റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ ചിന്താശേഷി കുറയും. ചോദ്യം 3, മുടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. എന്ത്? ഉത്തരം, മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. 4, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ ഏത്? ഏതാണ്? റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. 5, ആരാണ് അഹ്ലു ബൈത്ത്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ എന്നിവരാണ് അഹ്ലു ബൈത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 6, മദ്ഹ് ഗീതം പാടിയതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാൾ അണിയിച്ചു. ആർക്കാണത്? കഅബ് റളിയല്ലാഹു അൻഹുവിനാണ്. 7, ഏറ്റവും ഉത്തമർ ആരാണ്? അത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്
നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 8 ഇബാദത്ത് എന്നാൽ എന്ത്? ഉത്തരം: അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രവർത്തനം എന്ത് ചൊല്ലണം? പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഖുർആൻ ഹിഫ്ള് പരീക്ഷയ്ക്ക് ശേഷം ഈ പറയുന്ന ദിക്റുകൾ ചോദിക്കും. ഒന്ന്, സദസ്സ് പിരിയുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ചിലപ്പോൾ ഖുർആൻ ഹിഫ്ളിന് ശേഷം ചോദിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. 2, പുതുവസ്ത്രം ധരിക്കുമ്പോൾ അതേതാണ്? അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇനി സാരം എഴുതാം. 1, അൽ മർഉ മഅമൻ അഹബ്ബ, നാം സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും പരലോകത്തുണ്ടാവുക. 2, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. ഇനി അടുത്തത് ഷാഫിഈ ഇമാം പറഞ്ഞ ഒരു വരി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹദീസാണ്. വമൻ നളുഫ സൗബുഹു ഡാഷ് വമൻ ത്വാബ റീഹുഹു ഡാഷ് വമൻ നളുഫ സൗബുഹു സാല ഹമ്മുഹു വമൻ ത്വാബ റീഹുഹു സാദ അഖലുഹു. അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. വസ്ത്രം വൃത്തിയായാൽ അസ്വസ്ഥത നീങ്ങും, സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കും. 2, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ ഡാഷ് മിൻ കിബിരിൻ. ആരെങ്കിലും കൽബിനുള്ളിൽ ഒരു അണുമണി തൂക്കം കിബിറുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇതൊക്കെയാണ് ചോദ്യോത്തരങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.